അമ്മയുടെ ഫ്ലൈറ്റ് പോയതിൽ ഇന്നസെന്റ് ഉണ്ടായിരുന്നോ? ഇല്ല. അല്ല, അന്ന് ഇപ്പം ഈ ഫ്ലൈറ്റുമായി ബന്ധപ്പെട്ട് മുകേഷ് ചേട്ടനാണോ ഇന്നസെന്റ് ആയിട്ടാണോ പറഞ്ഞത്? അതായത് ആ ഫ്ലൈറ്റില് എല്ലാ സിനിമാ താരങ്ങളും ഉണ്ട്, നമുക്ക് അറിയില്ല. മമ്മൂക്ക ഇല്ല. അപ്പൊ അത് കഴിഞ്ഞിട്ട് കുറെ കഴിഞ്ഞപ്പം ഈ ഫ്ലൈറ്റ് പുറപ്പെട്ടു കഴിഞ്ഞിട്ട് ആ ഫ്ലൈറ്റിന്റെ TV പരിപാടി എന്താ കണ്ടപ്പോ പറഞ്ഞു, ദൈവമേ ഈ ഫ്ലൈറ്റ് എങ്ങാൻ കടലിൽ വീണ മമ്മൂട്ടി ഇന്നസെന്റും കൂടെ സിനിമയില് കുറെ നാള് കാശുണ്ടാക്കും. വേറൊരാളുടെ പേരും കൂടി പറഞ്ഞു, വാഴൂർ ജോസിന്റെ പേരും കൂടി പറഞ്ഞു. മമ്മൂട്ടി ഇന്നസെന്റും വാഴൂർ ജോസും കൂടെ മലയാള സിനിമ ഇനി കുറെ നാള് ഭരിക്കുന്നത് ചേട്ടനാണോ? നമുക്ക് കോളേജ് കുമാരനായിട്ട് റോള്, റൗഡിയായിട്ട് റോള്, വയസ്സിലായിട്ട് റോള്, വേറെ ആരും ഇല്ലല്ലോ. എല്ലാരും ഒരു ഫ്ലൈറ്റില്. അല്ല, അപ്പൊ ഇപ്പൊ എനിക്ക് മനസ്സിലായി ആരാ പറഞ്ഞെന്നുള്ളത്. ഞാനത് ഇന്നസെന്റ് ആണോ ചേട്ടനാണോ എന്നുള്ളത് മാത്രമേ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നുള്ളൂ. ഇന്തോനേഷ്യയിൽ ഞങ്ങൾ ഒരുമിച്ച് രണ്ടുപേരും കൂടി പോയിട്ടുണ്ടായിരുന്നു. ഇന്നസെന്റ് ജോർജ് ജക്കാർത്തയില്. അപ്പൊ എനിക്കിപ്പോഴും മനസ്സിലാകാത്തത് നിങ്ങൾ രണ്ടുപേരെയും കൂടി ഒരു കമ്മിറ്റിക്കാരൻ വിളിക്കണത് എന്തിനാന്നുള്ള. അല്ല, അതിന്റെ വല്ല ആവശ്യമുണ്ടോ? അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും, അതായത് ഭൂകമ്പം എപ്പോഴും നടക്കുന്നൊരു രാജ്യമാണ് ഇന്തോനേഷ്യ. അപ്പം ഞങ്ങൾ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് റൂമിൽ വിശ്രമിക്കുകയാണ്. റൂമിൽ വിശ്രമിക്കുമ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു ഫോട്ടോ ഇങ്ങനെ പെട്ടെന്ന് ഇതിങ്ങനെ സൈഡിലേക്ക് പോകുന്നു, അത് വീണ്ടും ഇങ്ങനെ വന്ന് നിൽക്കുന്നു. എനിക്ക് ഭയങ്കര പേടിയായി പോയി. അപ്പം ഞാൻ പറഞ്ഞു, ഇന്നസെൻ്റ് നോക്കിയതേ ഈ ബിൽഡിംഗ് ഒന്ന് ആടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നസെൻ്റ് നീയും ചാവും ഞാനും ചാവും, പിന്നെ എന്നെ അംഗീകരിച്ച് നടക്കാൻ ആരും ഉണ്ടാവില്ലുണ്ട്. അപ്പോൾ അവിടെ ഒരു ഹ്യൂമർ, ഞാൻ പേടിച്ചിട്ടാ പറയണത്. ചില സന്ദർഭങ്ങളിൽ നമ്മൾ എടാ ഇതാണല്ലോ കറക്റ്റ് എന്ന് തോന്നിപ്പോകും. അതായത് ഇതേപോലെ ഞാനും ഇന്നസെന്റ് ചേട്ടനും കൂടെ വെളി രാജ്യത്ത്, ഞങ്ങൾ വേറെ ആരും ഇല്ല, ഞങ്ങൾ രണ്ടുപേരും മാത്രം നിന്ന് കോമഡി പറയുക. അപ്പം ആൾക്കാരും ഭയങ്കര ആളും അന്ന് അവിടെ ഒന്നും അങ്ങനെ പ്രോഗ്രാം ഒന്നും കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അപ്പം രണ്ടുപേരെ മാത്രം വിളിച്ച് ഭയങ്കര കോമഡിയും കഥകളും ഒക്കെ പറഞ്ഞിട്ട് ഒരുപാട് അവാർഡുകൾ കിട്ടി. അവിടെ നിന്ന് തന്നെ ഒരുപാട് സാധനങ്ങൾ മേടിച്ച് പെട്ടിക്കകത്ത് വെച്ചിരിക്കുക. ഈ അവാർഡൊക്കെ ഈ എക്സസ് ബാഗേജിന് ലഗേജിന് നമ്മൾ കൊടുക്കണം. അപ്പം ഞാൻ പറഞ്ഞു, എന്തോ ചേട്ടാ ഇത് ഇവരിങ്ങനെ. അപ്പം അവിടെ ഇട്ടിട്ട് പോകുന്ന അവർക്ക് നടക്കേടാ, ഓരോരോ ക്ലബ്ബ് മറ്റേതും മറിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇതൊക്കെ. ഒരു സൂട്ട് കേസും ഉണ്ട്. ഞാൻ ആ കൂടെ ചിന്താക്കുഴപ്പത്തിൽ നിൽക്കുമ്പോൾ അകത്ത് ചേട്ടൻ്റെ അപ്പുറത്തെ റൂമിൽ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സൗണ്ടുകൾ കേൾക്കുന്നു. അപ്പം ഞാൻ നോക്കുമ്പോൾ കാണുന്നതെന്ന് പറഞ്ഞ് ഈ ഇത്ര വലിയ ക്ലബിൻ്റെ ഇത്, അതിനകത്തൊരു സ്വർണ്ണ പതക്കമുണ്ട്. 4 സ്വർണ്ണ പതക്കമുണ്ട്. 1 പവനാ. അപ്പൊ നമ്മൾ ഈ പെട്ടിക്കകത്ത് ഇങ്ങനെ വെച്ചിട്ട് എല്ലാം കൂടി ഇങ്ങനെ വന്നിട്ട് എന്തോ ചെയ്യുമെന്ന് ആലോചിച്ചോണ്ടിരിക്കുമ്പോഴാ സ്വർണ്ണ പതക്കം എടുത്ത് ഞാൻ പറഞ്ഞു, ചേട്ടാ അവരൊന്നും കാണത്തില്ല, നമ്മൾ അതിന്റെ അടിയിൽ വലിച്ചു കയറി. ഞാനും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബുദ്ധി, അതെല്ലാം അനുഭവത്തിന്റെ വെളിച്ചത്തിൽ 4 പതക്കത്തിന്റെ ആവശ്യമേ ഉള്ളൂ നമുക്ക്. ഒരു സംഭവം ഞാൻ ഓർത്തത്, അതായത് ട്രെയിനിലാണ് ഒരു സ്ത്രീ, കൊച്ചുകുട്ടി, ഭർത്താവ്, പിന്നെ ഇവരുടെ ഒരു റിലേറ്റീവ് സ്ത്രീയുണ്ട്. ഞാനും ഇന്നസെൻ്റ് ഏട്ടനുണ്ട്. ഇന്നസെൻ്റ് ഏട്ടൻ ഇവരെ കയറി മുട്ടി, അത് എന്താ അവരുടെ പേര്, ഇവിടെ പേര്, എന്താ ചെയ്യുന്നു അവിടെ. അപ്പോൾ ഇവരുടെ നാട്ടിൽ ആരെയോ പുള്ളിക്കാരനറിയാം. അപ്പോൾ അയാളുടെ ചരിത്രമൊക്കെ. അപ്പം ഞാൻ ഇങ്ങനെ അടങ്ങിയിരിക്കും. നടക്കട്ടെ എന്ന് വിചാരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി കോമഡിയിലേക്ക് കയറി. അപ്പം ഹസ്ബൻഡ് സിഗരറ്റ് വലിയായിട്ടൊക്കെ വെളിയിൽ നിൽക്കുക. അപ്പോൾ ഇവർ ചെറുപ്പം സ്ത്രീയാണ്, കൊച്ചുകുട്ടിയും പിന്നെ അനിയത്തി ഉണ്ട്. അപ്പം ഇങ്ങനെ ഒരു കോമഡിയുടെ അങ്ങനെ ബിൽഡപ്പ് ചെയ്ത് ഇപ്പം ഞാൻ കേട്ടിട്ടില്ലാത്ത കഥയാണ്. അപ്പം ഞാൻ എന്നിട്ട് പറഞ്ഞു പുള്ളി അങ്ങനെ ഫുൾ ഫ്ലഡ്ജ് നിന്ന് ഇനി ക്ലൈമാക്സോടെ ഉള്ളൂ. അപ്പം ഹസ്ബൻഡിന് എന്തോ ഒരു ചെറിയ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ഇയാള് ഭയങ്കര സ്കോറിംഗ് കേറുന്നുണ്ട്. അപ്പം ഹസ്ബൻഡ് അവിടെ എന്തുണ്ട് വൈഫിന് നീ വന്നേ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു പോയി. പിന്നെ അനിയത്തി കൊച്ചുകുട്ടിയും ഈ മോളും മാത്രമേ ഉള്ളൂ അവിടെ. വരുന്നില്ല, ഒരു ടൈം കഴിഞ്ഞിട്ടും ആ സ്ത്രീ വരുന്നില്ല. എനിക്ക് ഈ കഥയുടെ ക്ലൈമാക്സ് അറിയണം. ഞാൻ പറഞ്ഞു, ചേട്ടാ എന്നിട്ട് എന്തായി?
ഓടാ പണ്ട് നിന്നെ അറിയാനാണോ ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് ഇത്രയും പെർഫോമൻസ് ചെയ്ത് ആ ക്ലൈമാക്സ് ഒന്നും ഇല്ല പോയിന്റെ പാട്ട്. ഞാൻ ഞെട്ടിപ്പോയി, ദൈവമേ എന്റെയൊക്കെ ഒരു വില ഇത്രയുള്ള.